വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു മലേഷ്യൻ തമിഴ് മൂവിയായ പൂച്ചാണ്ടി എന്ന ചിത്രമാണ്. മൂവി സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു വരണ്ട സ്ഥലത്ത് നിന്നും ഒരു പഴയ നാണയം കയ്യിലെടുക്കുന്ന ആളെ കാണിച്ചുകൊണ്ടാണ്. അവിടുന്ന് ഷിഫ്റ്റ് ചെയ്താൽ അമാനുഷികമായ കഥകൾ തേടിപ്പോകുന്ന നമ്മുടെ ഹീറോ ആയിട്ടുള്ള മുരുകനെ കാണിക്കുന്നു. ഇപ്പോഴും തൻ്റെ മാഗസിന് വേണ്ടി ഒരു കഥ കേൾക്കാനായിട്ട് ഹീറോ പോകുവാണ്. അങ്ങനെ ഒരു സ്ഥലത്ത് വെച്ചാണ് അവൻ ശങ്കറിനെ പരിചയപ്പെടുന്നത്. പഴയ സാധനങ്ങൾ കൂട്ടിയിട്ട് ഒരു മുറിക്കകത്തായിരുന്നു അയാൾ താമസിച്ചിരുന്നത്. അൻപ് എന്ന പേരുള്ള അയാളുടെ ഒരു ഫ്രണ്ടിൻ്റെ ആയിരുന്നു ആ റൂമും അതിനകത്തെ പഴയ വസ്തുക്കളൊക്കെ. അന്നേരം തന്നെ ഹീറോ വന്ന കാര്യം ശങ്കറിനോട് ചോദിക്കുന്നു. അയാൾക്ക് എന്താ മാനുഷികമായ കാര്യമാണ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയതെന്ന്. അങ്ങനെ ശങ്കർ ആ കഥ പറയാൻ തുടങ്ങുവാണ്. നേരത്തെ അവൻ പറഞ്ഞ അൻപ് എന്ന ആ ഫ്രണ്ടും ഗുരു എന്ന മറ്റൊരു ഫ്രണ്ടും കൂടി ഒരുമിച്ച് താമസിക്കുന്ന സമയം. അൻപിനാണെങ്കിൽ അരയ്ക്ക് കീബോർഡ് തളർന്ന് വീൽ ചെയറിലാണ് ഇരിക്കുന്നത്. അങ്ങനെ ഒരു ദിവസം അവർ മൂന്നാളും കൂടെ ഓജോ ബോർഡ് പോലെ ഒരു ഗെയിം കളിക്കാൻ തീരുമാനിക്കുന്നു. ഗുരുവിന് പക്ഷേ ഈ പ്രേതത്തിലും ഭൂതത്തിലൊന്നും വിശ്വാസമില്ലായിരുന്നു. എന്നിരുന്നാലും മറ്റു രണ്ടാളും നിർബന്ധിക്കുന്നത് കാരണം അവനും ചേർന്ന് ഓജോ ബോർഡിലെ കോയിനിൽ കൈവയ്ക്കുന്നു. എന്നാൽ വിചാരിച്ച പോലെ ഒന്നും നടക്കുന്നില്ല. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ എന്ന് കരുതി ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഒന്നുകിൽ ഒരു ശ്മശാനത്തിൽ വെച്ച് കളിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ കളിക്കുന്ന ഒരാളുടെ വിരൽ മുറിച്ച് അതിലെ ബ്ലഡ് ആ കോയിനിലാക്കി കളിക്കുകയാണെങ്കിലോ ഈ കളി കൂടുതൽ എഫക്റ്റീവ് ആകുമെന്ന് കാണുവാണ്. അത് കേട്ടപാടെ ശങ്കർ തൻ്റെ വിരൽ മുറിച്ച് ആ ഒരു ബ്ലഡ് ആ കോയിനിലാക്കുവാണ്. എന്നിട്ട് അവർ 3 പേരും വീണ്ടും കളിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ മൂന്നാളും കൂടി ഒരുമിച്ച് പ്രേതത്തെ വിളിക്കുവാണ്. പെട്ടെന്ന് കോയിൻ അനങ്ങി എസ്സിൽ പോയി നിൽക്കുന്നു. പേര് ചോദിച്ചാൽ കെനഡി എന്ന പേരും കാണിക്കുന്നു. അന്നേരം ഇതൊക്കെ സത്യമാണെന്ന് അറിയാനായിട്ട് ഗുരുവിൻ്റെ മുതുമുത്തച്ഛൻ്റെ പേര് എന്താണെന്ന് ചോദിക്കുവാണ്. കോയിൻ അനങ്ങി അനിരുദ്ധ എന്ന പേര് കാണിക്കുന്നു. മുതുമുത്തച്ഛനൊക്കെ അങ്ങനെ അനിരുദ്ധ എന്ന പേരൊക്കെ കാണുമെന്ന് കൺഫ്യൂഷനായിട്ട് അവരങ്ങനെ നിൽക്കുമ്പോൾ താനാണ് കോയിനൊക്കെ മൂവ് ചെയ്ത് കെനഡി അനിരുദ്ധ എന്നൊക്കെ കാട്ടിയതെന്ന് ഗുരു പറഞ്ഞ് ചിരിക്കാൻ തുടങ്ങുന്നു. പ്രേതവുമില്ല ഒരു മണ്ണാങ്കട്ടയില്ലെന്നും പറഞ്ഞ് ഗുരു ചിരിക്കുമ്പോൾ ശങ്കർ ദേഷ്യം പിടിച്ച് വഴക്കിട്ട് ഗുരുവിനെ പറഞ്ഞയക്കുന്നു. ഇനിയിപ്പോൾ പഴയ കോയിൻ അല്ലാത്തതുകൊണ്ടാണോ പ്രേതം വരാത്തതെന്നും കരുതി അൻപ് തൻ്റെ കോയിൻ കളക്ഷനിലെ ഏറ്റവും പഴയ കോയിൻ പുറത്തെടുത്ത് പ്ലേ ചെയ്യാമെന്ന് പറയുന്നു. കഥയുടെ തുടക്കത്തിൽ കാണിച്ച അതേ കോയിൻ തന്നെ. അങ്ങനെ ആ കോയിൻ വെച്ച് അവർ രണ്ടാളും ആ ഓജോ ബോർഡിൽ കളിക്കാൻ തുടങ്ങുവാണ്. എന്നാൽ ആ കോയിൻ വെച്ച് കളിക്കാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് ആ കോയിൻ സ്പീഡിൽ അനങ്ങാൻ തുടങ്ങുവാണ്. അതിൽ കാണിക്കുന്നത് എന്താണെന്ന് രണ്ടാൾക്കും മനസ്സിലാകുന്നില്ല. ഇതെല്ലാം മുകളിൽ നിന്ന് കണ്ടുകൊണ്ടിരുന്ന ഗുരുവാവട്ടെ വേഗം വന്ന് അത് പേപ്പറിൽ പകർത്തുന്നു. ഫൈനലി പളനി എന്ന പേരാണ് അതിൽ കാണിക്കുന്നത്. എന്നാൽ ആ പേര് കണ്ട് ആദ്യം ഞെട്ടുന്നത് ഗുരു തന്നെയായിരുന്നു. കാരണം നേരത്തെ അവർ ചോദിച്ച അതേ ചോദ്യത്തിൻ്റെ ഉത്തരം ഗുരുവിൻ്റെ മുതുമുത്തച്ഛൻ്റെ പേരായിരുന്നു പളനി. കളി കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയപ്പോൾ എഴുത്തുകൾ കുറച്ചുകൂടെ വ്യക്തമാകാനായിട്ട് ആ ബോർഡിൽ അവർ കുറച്ച് പൊടിമണ്ണ് വാരിയിടുന്നു. എന്നിട്ടവർ വീണ്ടും കളിക്കാൻ തുടങ്ങുവാണ്. അവർക്കൊപ്പമുള്ള ആത്മാവ് ആരാണെന്ന് ചോദിച്ചാൽ മല്ലിക എന്ന ഉത്തരം കിട്ടുന്നു. 23 വയസ്സായെന്നും മുങ്ങി മരിച്ചതാണെന്നും ആ ആത്മാവ് പറയുന്നുണ്ട്. എന്നാൽ ഇത്രയൊക്കെ ആയിട്ടും കൂട്ടുകാർ പറ്റിക്കുവാണെന്ന് തോന്നൽ ഗുരുവിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ആത്മാവ് അവിടെ ഉണ്ട് എന്നതിന് തെളിവായി എന്തെങ്കിലും ഒരു സൈൻ കാണിക്കാനായിട്ട് പറയുന്നു. എന്നാൽ ഇത് കേട്ട് ദേഷ്യം വന്ന ശങ്കറും അൻപും ഗുരുവിനെ വഴക്ക് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഗുരുവിൻ്റെ തന്നെ എന്തെങ്കിലും ഒരു രഹസ്യം പറയാനായിട്ട് ആത്മാവിനോട് ആവശ്യപ്പെടുന്നു. ആ ആത്മാവട്ടെ ഗുരു ഒരു പെണ്ണുമായി ഒരിക്കൽ ഈ വീട്ടിൽ വന്നിട്ടുണ്ടെന്ന് പറയുവാണ്. നമ്മളറിയാതെ ഈ വീട്ടിൽ ഏത് പെണ്ണാ വന്നെന്ന് ചോദിച്ച് അത് ആരാണെന്ന് ചോദിക്കാൻ ഒരുങ്ങി നിന്നതും പേടിച്ചു പോയ ഗുരുവാവട്ടെ ആ ഓജോ ബോർഡ് തട്ടിത്തെറിപ്പിക്കുന്നു. അടുത്ത സീൻ കാണിക്കുമ്പോൾ ശങ്കറും അൻപും ഒരേ റൂമിൽ കിടന്നുറങ്ങുവാണ്. പെട്ടെന്നൊരു ശബ്ദം കേട്ട് ശങ്കർ എഴുന്നേറ്റ് താഴെ പോയാൽ ഒരു ചുവന്ന സാരി ഉടുത്തൊരു ലേഡി പിയാനോ കിരകിരിക്കുന്നുണ്ടായിരുന്നു. അവളവനെ സെഡ്യൂസ് ചെയ്യാൻ നോക്കുവാണ്. എന്നാൽ പെട്ടെന്ന് കണ്ണു തുറന്നാൽ അത് ശങ്കർ കണ്ട ഒരു സ്വപ്നം മാത്രമായിരുന്നു. രാവിലെ ആവട്ടെ ഗുരു തൻ്റെ വർക്കിന് പോകുന്നു. ശങ്കറും അൻപും ഒരുമിച്ച് അവരുടെ ജോലിക്കും പോകുന്നു. അവർക്ക് രണ്ടാക്കും പഴയ നാണയങ്ങളും നോട്ടുകളും വിൽക്കുന്ന ജോലിയാണ്. എന്നാൽ ഒപ്പം തന്നെ അൻപാവട്ടെ മറ്റുള്ളവർ കൊണ്ടുവരുന്ന നാണയങ്ങൾ പൈസ കൊടുത്ത് വാങ്ങുന്നുമുണ്ട്. എന്നാൽ വിൽക്കുന്ന ആളുടെ പേരും അഡ്രസ്സും കറക്റ്റായിട്ടൊരു ബുക്കിൽ എഴുതി വയ്ക്കാൻ മറക്കുന്നില്ല. കാരണം കട്ട മുതലാണ് വിൽക്കുന്നതെങ്കിൽ പിടിക്കപ്പെടാൻ പാടില്ലല്ലോ. ഇതേ സമയം ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയ ഗുരുവാവട്ടെ ഇൻ്റർനെറ്റിൽ മല്ലിക പറഞ്ഞ എല്ലാ ഡീറ്റെയിൽസും തന്നെ സെർച്ച് ചെയ്ത് നോക്കുവാണ്. ഓജോ ബോർഡിൽ തെളിഞ്ഞ വിവരങ്ങൾക്കനുസരിച്ച് നോക്കുമ്പോൾ അവൾ പഠിച്ചിരുന്ന കോളേജിലെ കുട്ടികൾക്കിടയിലാണ് ഗുരു സെർച്ച് ചെയ്യുന്നത്. ആ ആത്മാവ് പറഞ്ഞ കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് നോക്കുമ്പോൾ എല്ലാം ഒത്തിണങ്ങിയ മല്ലിക എന്ന പേരുള്ള ഒരേ ഒരു അക്കൗണ്ട് മാത്രമാണ് അവന് കിട്ടുന്നത്. പ്രൊഫൈലിൽ അവൾക്കൊപ്പം ദീപക് എന്നൊരു പയ്യനെയും കാണുന്നുണ്ട്. കണ്ടുപിടിച്ച കാര്യങ്ങളൊക്കെ കൂട്ടുകാർ വന്നപ്പോൾ അവൻ ഷെയർ ചെയ്യുവാണ്. 2012 ഗ്രാജുവേഷൻ ഫോട്ടോയിൽ ആ പെൺകുട്ടിയില്ല. സോ 2010 അവൾ മരിച്ചുവെന്ന കാര്യം അപ്പോൾ മാത്രമാണ് ഗുരു വിശ്വസിക്കുന്നത്. അടുത്ത ദിവസം അവർ വീണ്ടും മല്ലികയുടെ ആത്മാവിനോട് സംസാരിക്കാനായി ഒരു തമിഴ് അക്ഷരങ്ങളുള്ള ഓജോ ബോർഡ് സംഘടിപ്പിച്ചവന്ന് അതിൽ കളിക്കാനായിട്ട് തുടങ്ങുവാണ്. എന്നാൽ ഇത്തവണ അവളുടെ മരണത്തെപ്പറ്റി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ആ ആത്മാവ് കൃത്യമായ ഉത്തരങ്ങൾ നൽകുന്നില്ല. അന്നേരം അവർ ചോദ്യമൊന്ന് മാറ്റിപ്പിടിക്കുന്നു.
ലോട്ടറി എടുക്കുന്ന ശീലമുള്ള ശങ്കർ ആവട്ടെ തനിക്ക് ലോട്ടറി അടിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട് പറയുവാണ്. എന്നാൽ ആ ഹെൽപ്പിന് പകരമായി തനിക്ക് 2 കാലുള്ള ഒരു പ്രാണിയെ വേണമെന്ന് ആ ആത്മാവ് തിരിച്ചാവശ്യപ്പെടുന്നു. ഇത് കേട്ട് പന്തികേട് തോന്നിയ ഗുരു ആവട്ടെ ഈ കളി കാര്യമാവും, നമുക്കിത് ഇവിടെ വെച്ച് നിർത്താമെന്ന് പറയുവാണ്. തൊപ്പനും സ്വക്കനുമുള്ള ധൈര്യത്തിലാണോ നിൽക്കുന്നതെന്ന് ഗുരുവിനോട് ആ ആത്മാവ് തിരിച്ചു ചോദിക്കുവാണ്. കലിപ്പായ ഗുരു ദേഷ്യപ്പെട്ട് അവിടുത്തെ പോകുന്നു. വേറെ വഴിയില്ലാത്തതുകൊണ്ട് കൂട്ടുകാരും ആ കളി അവിടെ ഡ്രോപ്പ് ചെയ്യുവാണ്. എന്നാൽ ആ പ്രേതം പറഞ്ഞ കാര്യം ആലോചിച്ച് ആകെ ടെൻഷൻ അടിച്ച് സിഗരറ്റും വലിച്ചിരിക്കുന്ന ഗുരുവിനെയാണ് കാണിക്കുന്നത്. അടുത്ത ദിവസമായി ഗുരു ശങ്കറിനെ ഒരിടത്തേക്ക് വിളിച്ചു വരുത്തി ഒരു കാര്യം പറയുവാണ്. കഴിഞ്ഞ ദിവസം ഉറങ്ങുന്ന നേരം ഭീകരരൂപിയായൊരു സ്ത്രീരൂപം ഗുരുവിൻ്റെ ബെഡിന് മുകളിൽ വന്നെന്ന് അവൻ പറയുന്നു. എന്നാൽ താനും അവളെ സ്വപ്നത്തിൽ കണ്ടെന്നും പ്രേതമല്ല പകരം നല്ലൊരു അടിപൊളി പെണ്ണായിട്ടായിരുന്നെന്നും ശങ്കർ ചിരിച്ചുകൊണ്ട് പറയുന്നു. എന്നാൽ സ്വപ്നത്തിലല്ല റിയൽ ആയാണ് വന്നതെന്നും പറഞ്ഞ് ഗുരു അവൻ്റെ ദേഹത്ത് അന്നേരം വീണ് കിട്ടിയ മുടിക്കെട്ടിനെ പറ്റി പറയുവാണ്. അത് കേട്ടതും ശങ്കർ ഞെട്ടിപ്പോകുന്നു. പോരാത്തതിന് ആ മല്ലികയുടെ ആത്മാവ് അവസാനം പറഞ്ഞ കാര്യം എന്താണെന്ന് അവൻ ശങ്കറിന് പറഞ്ഞു കൊടുക്കുന്നു. തൊപ്പൻ എന്നാൽ ഗണപതിയും ചൊക്കൻ എന്നാൽ ശിവനാണെന്നും പറയുന്നു. സോ വന്നിരിക്കുന്നത് കേവലം മല്ലിക എന്നൊരു സാധാരണ ആത്മാവല്ല, അത് മറ്റെന്തോ ആണ്. ആ കളി ഇനി വേണ്ട എന്ന് ഗുരു വാൺ ചെയ്യുവാണ്. എന്നാൽ അന്നത്തെ വൈകുന്നേരം ഗുരുവും ശങ്കറും കുറച്ച് കുടിച്ചിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ശങ്കറിൻ്റെ നിർബന്ധത്തിൽ അവസാനമായി ആ രാത്രി അവർ ആ ഗെയിം ഒന്നും കൂടെ കളിക്കാൻ പോകുവാണ്. അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ മല്ലികയുടെ ആത്മാവാണോ ഇതെന്ന് ചോദിച്ചാൽ നേരിൽ വന്ന് പറയാമെന്നാണ് അത് പറയുന്നത്. എന്തു വേണമെന്ന് ചോദിക്കുമ്പോൾ മരണം സംഭവിക്കുമെന്നും പറയുന്നു. ഇതുകൂടെ കണ്ടതോടെ ദേഷ്യം വന്ന ഗുരു ആവട്ടെ ആ ബോർഡും കോയിനും പുറത്തേക്ക് വലിച്ചെറിയുന്നു. അങ്ങനെ അടുത്ത ദിവസം കാണിക്കുവാണ്. കുളിക്കാനായിട്ട് ബാത്റൂമിൽ ചെന്ന ശങ്കർ കാണുന്നത് വാഷ് ബേസിൻ തകർന്ന് തല മുറിഞ്ഞ നിലയിൽ ചോര വാർന്ന് മരിച്ചു കിടക്കുന്ന ഗുരുവിനെയാണ്. പ്രസന്റിൽ കഥ പറഞ്ഞു തീർക്കുന്ന ശങ്കർ അപ്പോഴും കരയുന്നുണ്ടായിരുന്നു. കാരണം കുടിച്ച് തലയിടിച്ചാണ് ഗുരുവിൻ്റെ മരണമെന്ന് എല്ലാവരും വിശ്വസിക്കുമ്പോൾ അതിന് പിന്നിൽ ആ ആത്മാവാണെന്ന കാര്യം അൻപിനും ശങ്കറിനും ഉറപ്പായിരുന്നു. കാരണം മരിച്ച ഗുരുവിനെ പൊന്തിച്ച നേരം അവൻ്റെ തലയ്ക്കു താഴെ തലേന്ന് വലിച്ചെറിഞ്ഞ ആ കോയിൻ ഉരുണ്ടു പോകുന്നുണ്ടായിരുന്നു. കഥകൾ അത്രയും കേട്ടോണ്ടിരുന്ന ഹീറോ ആവട്ടെ ഈ കഥയ്ക്കൊരു ഒറിജിനാലിറ്റി കിട്ടി ആ മാഗസിനിൽ പബ്ലിഷ് ചെയ്യാനായിട്ട് അതിൻ്റെ റിലേറ്റഡ് കുറച്ച് ഫോട്ടോസും വേണമെന്ന് ശങ്കറിനോട് ആവശ്യപ്പെടുവാണ്. അങ്ങനെ ആ കോയിനിൻ്റെ ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് ശങ്കറിൻ്റെ കൂടെ ആ വീട്ടിലേക്ക് ഹീറോയും പോകുന്നു. അതേ ബാത്റൂമിൽ നിന്നും ഹീറോയ്ക്ക് ആ കോയിനും കിട്ടുന്നുണ്ട്. കോയിൻ കാണുന്ന ഹീറോയ്ക്ക് അന്നേരം ഒരു സംശയം, ചിലപ്പോൾ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഈ കോയിൻ ആണെങ്കിലോ? കാരണം ഈ കോയിൻ വെച്ച് കളിച്ചപ്പോഴാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായത്. സോ അവർ മുൻപ് കോയിൻസിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതി വെക്കാറുള്ള ബുക്ക് എടുത്ത് അതിൽ ചെക്ക് ചെയ്ത് നോക്കുവാണ്. 2010 ദീപക് എന്ന പയ്യൻ്റെ കയ്യിൽ നിന്നാണ് അൻപ കോയിൻ വാങ്ങുന്നത്. അതേസമയം അതിലുണ്ടായിരുന്ന നമ്പറിലേക്ക് വിളിച്ചു നോക്കുമ്പോൾ ആരും കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. അന്നേരം തന്നെ ഹീറോയും ശങ്കറും കൂടെ ആ കോയിനുള്ള ഉടമസ്ഥനെ അന്വേഷിച്ച് അതിലെ അഡ്രസ്സിലേക്ക് പോകാനായിട്ട് നിൽക്കുവാണ്. അന്നേരം പെട്ടെന്ന് അവിടേക്ക് അൻപും വരുന്നുണ്ട്. അവനും വീൽ ചെയർ എന്തിക്കൊണ്ട് കൂടെ വരുമെന്ന് പറയുവാണ്. അങ്ങനെ 3 ആളും കൂടെ ആ അഡ്രസ്സിലേക്ക് പോകുവാണ്. യാത്രക്കിടയിൽ ആ കോയിനിൻ്റെ പിക്ചർ ഹീറോ തന്നെ അച്ഛൻ അയച്ചു കൊടുക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഹീറോയുടെ അച്ഛൻ ഇത്തരം കാര്യങ്ങളൊക്കെ റിസർച്ച് ചെയ്യുന്ന ഒരാളാണ്. പോകുന്ന വഴിയിൽ 3 ആളും അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹീറോ താൻ നാട്ടിൽ മധുരയിലാണെന്ന് പറയുന്നുണ്ട്. ഫൈനലി അവരെല്ലാവരും കൂടെ ആ അഡ്രസ്സിലോട്ട് എത്തുവാണ്. അതേസമയം മുൻപ് ഗുരു ഇന്റർനെറ്റിൽ തപ്പിപ്പിടിച്ച ഫോട്ടോയിലുണ്ടായിരുന്ന ദീപക് എന്ന പയ്യനാണ് കഥ തുറക്കുന്നത്. മല്ലിക എങ്ങനെ മരിച്ചുവെന്ന് അവർ ചോദിക്കുമ്പോൾ ദേഷ്യപ്പെട്ട അയാൾ കഥ കിടക്കുന്നു. എന്നാൽ ശങ്കർ വീണ്ടും വീണ്ടും കഥയിൽ ആഞ്ഞുമുട്ടുവാണ്. അന്നേരം വാതിൽ വന്ന് തുറന്നു നിൽക്കുന്നത് മല്ലികയായിരുന്നു. അവളെ കണ്ട ശങ്കറും അൻപും ആദ്യം ഒന്ന് ഞെട്ടുന്നുണ്ട്. അവസാനം ഓജോ ബോർഡിൽ കണ്ട പ്രേതം പറഞ്ഞ കാര്യങ്ങളെല്ലാം അവളോട് അവർ തുറന്നു പറയുന്നു. ആ കോയിൻ അവൾക്ക് നേരെ കാണിച്ച് 2010 എന്തെങ്കിലും അസ്വാഭാവികമായി സംഭവിച്ചിരുന്നോ എന്ന് അവൻ ചോദിക്കുവാണ്. അന്നേരം മല്ലിക പറയാൻ തുടങ്ങുന്നു. 2010 അവൾ കോളേജിൽ 2nd ഇയർ ആർക്കിയോളജി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവൾക്കൊരു റൂംമേറ്റും ഉണ്ടായിരുന്നു. സോഫി എന്നായിരുന്നു പേര്. ഒരിക്കൽ കോളേജിൽ നിന്നും പഴയകാല വസ്തുക്കൾ തേടിപ്പോയ ഒരു ട്രിപ്പിനിടയിൽ വിണ്ട് കീറിയ ഒരു നിലത്തിൽ നിന്നും അവൾക്ക് ആ കോയിൻ കിട്ടുന്നു. അതാണ് ഫസ്റ്റ് സീനിൽ കാണിച്ചത്. അന്നു മുതലാണ് കാര്യങ്ങൾ മാറി മറിയാൻ തുടങ്ങുന്നത്. മുറിക്കകത്ത് ആരും ഉള്ള പോലെ അടച്ചിട്ട കബോർഡ് പെട്ടെന്ന് തുറക്കുകയും രാത്രികാലങ്ങളിൽ പേടിപ്പെടുത്തുന്ന ശബ്ദങ്ങൾ കേൾക്കുകയുമെല്ലാം. പേടി തോന്നിയ അവൾ മുറിക്കകത്ത് ദൈവങ്ങളുടെ ചിത്രങ്ങൾ തൂക്കിയിടുന്നു. ഒരു ദിവസം നോക്കുമ്പോൾ മല്ലികയുടെ ദേഹത്തെല്ലാം തന്നെ പുണ്ണുപോലെ എന്തൊക്കെയോ ഉണ്ടാകുന്നു. തനിക്ക് ചുറ്റും നടക്കുന്നത് എല്ലാം ഒട്ടും തന്നെ പന്തിയല്ലെന്ന് മല്ലികയ്ക്കും തോന്നുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം മാർക്കറ്റിൽ സോഫിക്കൊപ്പം പോയ നേരം ഒരു വൃദ്ധൻ അവളെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു. അടുത്തു വന്ന അയാൾ പറയുന്നത് ഇങ്ങനെയായിരുന്നു: നിനക്ക് പിറകിൽ ഒരു രൂപമുണ്ട്, സഹായത്തിനായി എന്നെ അമ്പലത്തിൽ വന്ന് കാണണമെന്നും പറഞ്ഞ് അപ്പോൾ തന്നെ അയാൾ അവിടുന്ന് പോകുന്നു. എന്നാൽ മല്ലിക അതത്ര കാര്യമാക്കുന്നില്ല. അങ്ങനെ ഇരിക്കെ സോഫിയയുടെ ബർത്ത്ഡേ വരുവാണ്. പാർട്ടിക്കിടയിൽ ഫോട്ടോ എടുക്കുമ്പോൾ
മല്ലികയ്ക്ക് പുറകിൽ ആള് നിൽക്കുന്നത് പോലെ മാർക്ക് വരുന്നുണ്ട്. അതൊന്ന് കൺഫേം ആക്കാനായിട്ട് പേടിയോടെ അവൾ ബാത്റൂമിൽ കയറി ചെന്ന് അവിടെ നിന്ന് ഒറ്റയ്ക്ക് സെൽഫി വീഡിയോ എടുക്കുമ്പോൾ അതിനകത്ത് ശരിക്കും അവൾക്ക് പുറകിൽ ഒരു രൂപമുള്ളതായി കാണിക്കുന്നു. അന്നത്തെ രാത്രി ഉറങ്ങാൻ കിടക്കുന്ന നേരം അവളുടെ കൈവിരൽ മുറിഞ്ഞ് രക്തം തുള്ളിയായി താഴെ വീഴാൻ തുടങ്ങുന്നു. പെട്ടെന്ന് കണ്ണു തുറന്നു നോക്കുമ്പോൾ ഭീകരമായൊരു രൂപം കട്ടിലിനടിയിൽ നിന്നും വന്ന് ആ ചോരത്തുള്ളികൾ നക്കാൻ തുടങ്ങുവാണ്. പേടിച്ചവൾ അലറി വിളിക്കുമ്പോൾ പെട്ടെന്ന് ആ ശബ്ദം കേട്ട് അടുത്തുള്ള മുറിയിലൊരു പെൺകുട്ടി വന്ന് അവളെ ചുറ്റും നോക്കി ഇവിടെ ഒന്നും ഇല്ലാന്നും പറഞ്ഞ് അവളെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുന്നു. അന്നേരം പെട്ടെന്ന് പുറത്തു നിന്നും ഒരു പെൺകുട്ടി കതക് തട്ടുവാണ്. അന്നേരമാണ് താൻ കതക് തുറന്നിട്ടില്ലെന്നും തന്നെ ഇപ്പോൾ കെട്ടിപ്പിടിച്ചിരിക്കുന്നത് ഒരു പ്രേതമാണെന്നും മല്ലികയ്ക്ക് മനസ്സിലാകുന്നത്. പേടിച്ചവൾ ആ രൂപത്തെ തട്ടി മാറ്റുന്നു. അപ്പോഴേക്കും അകത്തേക്ക് ആ മുറിയിലെ പെൺകുട്ടി വന്ന് അവളെ ആശ്വസിപ്പിക്കുന്നു. ഇത്രയും ആയതോടെ മല്ലിക മുൻപ് കണ്ട ആ വൃദ്ധനെ തേടി ആള് പറഞ്ഞ അതേ അമ്പലത്തിലേക്ക് ചെല്ലുവാണ്. പോകാൻ പാടില്ലാത്ത എവിടേക്കെങ്കിലും പോകുകയോ മറ്റൊരാൾക്ക് സ്വന്തമായിരുന്നെന്തെങ്കിലും എടുക്കുകയോ ചെയ്തോ എന്ന് ആ പുരോഹിതൻ ചോദിക്കുവാണ്. പെട്ടെന്ന് അവൾക്ക് ആ കോയിൻ്റെ കാര്യം ഓർമ്മ വരുന്നു. അക്കാര്യം പറഞ്ഞാൽ അതെടുത്ത സ്ഥലത്ത് തിരികെ വയ്ക്കാനായിട്ട് ആ വൃദ്ധൻ ആവശ്യപ്പെടുന്നു. പോകാൻ നേരം അവൾക്ക് അയാൾ പൂജിച്ച കുറച്ച് ഭസ്മവും ഒരു ശൂലവും സേഫ്റ്റിക്കായി നൽകുന്നുണ്ട്. എന്നാൽ വഴിയിലുടനീളം എന്തോ ഒന്ന് അവളെ പിന്തുടരുന്നതായി അവൾക്ക് തോന്നുന്നുണ്ടായിരുന്നു. തിരിച്ച് റൂമിലെത്തിയാൽ ആ ഭീകരരൂപം അവൾക്ക് മുമ്പിൽ നിൽക്കുന്നു. ധൈര്യം സംഭരിച്ച് ആ ശൂലം അവൾ അതിനു നേരെ നീട്ടുന്നു. എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാതെ ആ രൂപം അവളുടെ കയ്യിലെ ഭസ്മം പൂശി ആ ശൂലം പൊട്ടിച്ചു കളയുവാണ് ചെയ്യുന്നത്. മുരുകന്റെ അച്ഛനെ വരെ താൻ കണ്ടിട്ടുണ്ടെന്ന് ആ ഭീകര സത്വം പറയുന്നുണ്ട്. അത് കേട്ട് അവൾ ഭയന്ന് നിൽക്കുമ്പോൾ പെട്ടെന്ന് അത് അപ്രത്യക്ഷമാകുന്നു. ഇനി ഒരു നിമിഷം പോലും പാഴാക്കാനില്ലെന്ന് മനസ്സിലാക്കി അവളാവട്ടെ വേഗം നേരെ ചെന്ന് ബോയ് ഫ്രണ്ടായ ദീപകിനോട് കാര്യങ്ങളൊക്കെ പറയുന്നു. എന്നിട്ട് തനിക്ക് വേണ്ടി ആ കോയിൻ ആ പറഞ്ഞ സ്ഥലത്ത് തന്നെ കൊണ്ടിടാനായിട്ട് ആവശ്യപ്പെടുവാണ്. എന്നാൽ അവൾ പറഞ്ഞത് അത്ര കാര്യമാക്കാതിരുന്ന ദീപക് ആവട്ടെ അത് നേരെ അൻപിന് കൊണ്ടുപോയി വിൽക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ആ കോയിൻ അൻപിന്റെ കോയിൻ കളക്ഷനിൽ എത്തുന്നത്. പ്രസന്റിൽ കാണിക്കുമ്പോൾ ആ പ്രേതം ആരാണെന്ന് അപ്പോഴും അവർക്ക് ആർക്കും അറിയുന്നുണ്ടായിരുന്നില്ല. ആ ആത്മാവ് പറഞ്ഞതനുസരിച്ചാണെങ്കിൽ അത് മരിച്ചത് വെള്ളത്തിൽ വീണാണെന്നാണ്. എന്നാൽ ആ കോയിൻ കിട്ടിയത് മണ്ണിൽ നിന്നാണല്ലോ എന്ന് ഹീറോ ചോദിക്കുന്നു. അന്നേരമാണ് മല്ലിക പറയുന്നത് അവൾക്ക് ആ കോയിൻ കിട്ടിയ സ്ഥലം ഒരു കാലത്ത് ഒരു നദിയായിരുന്നുവെന്ന്. ഫൈനലി ആ സ്ഥലത്തേക്ക് തന്നെ ആ കോയിൻ കൊണ്ടുവച്ച് മാപ്പ് പറയാനായിട്ട് അവർ തീരുമാനിക്കുകയാണ്. ആ കോയിൻ കിട്ടിയ സ്ഥലം കാണിച്ചു തരാനായി മല്ലികയും കൊണ്ടാണ് അവർ പോകുന്നത്. അന്നേരമാണ് ഹീറോയ്ക്ക് തൻ്റെ അച്ഛൻ്റെ കോള് വരുന്നത്. എടുത്ത് സംസാരിച്ചാൽ പാണ്ഡ്യന്മാരുടെ കാലത്തുള്ള ഒരു കോയിനാണതെന്നും മീനിന്റെ പോലെയുള്ളൊരു സിമ്പിൾ അതിനകത്തുണ്ടെന്നും പറയുവാണ്. അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ എല്ലാവരും കൂടി അതേ സ്ഥലത്ത് തന്നെ എത്തുവാണ്. അവിടെ എത്തിയ പാടെ സോറി പറഞ്ഞ മല്ലിക ആ കോയിൻ അവിടെ തന്നെ ഇടുന്നു. തിരിഞ്ഞു നടക്കുമ്പോൾ പെട്ടെന്ന് ഹീറോ അവിടെ ചെന്ന് ആ കോയിൻ മാറ്റിവെച്ച് അവിടെ കുഴിക്കാൻ തുടങ്ങുവാണ്. നിങ്ങളിതെന്താ ചെയ്യുന്നതെന്ന് ചോദിച്ച് മല്ലിക അലറി വിളിക്കുമ്പോൾ അവരെന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്നും പറഞ്ഞ് ദീപക് അവളെയും കൂട്ടി അവിടുന്ന് പോകുന്നു. ഹീറോ ചെയ്യുന്നത് കണ്ട് ശങ്കറും നീ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ഇതിനകത്ത് എന്താണെന്ന് അറിയണമെന്നും പറ്റിയാൽ എന്നെ സഹായിക്കണമെന്നും ശങ്കറിനോട് പറയുന്നു. അങ്ങനെ ശങ്കറും കൂടി ചേർന്ന് കുഴി തോണ്ടാനായിട്ട് തുടങ്ങുന്നു. അങ്ങനെ ഒരു പോയിന്റിലെത്തിയപ്പോൾ എന്തോ ഒന്നിൽ തട്ടിയതായി അവർക്ക് തോന്നുന്നുണ്ട്. പെട്ടെന്ന് മഴയും പെയ്യാൻ തുടങ്ങുവാണ്. കുഴിച്ചു നോക്കുമ്പോൾ കാണുന്നത് ഒരു പാണ്ഡ്യകാലത്തുള്ള നങ്കൂരത്തിൽ ബന്ധിക്കപ്പെട്ട നിലയിലുള്ള ഒരു അസ്ഥികൂടമായിരുന്നു. എന്നാൽ പെട്ടെന്ന് പുറകിലൂടെ അൻപ് അവിടെ ഇരുന്നൊരു കമ്പിയെടുത്ത് ശങ്കറിനെ ആക്രമിക്കാനായിട്ട് വരുവാണ്. എന്നാൽ കറക്റ്റ് സമയത്ത് തന്നെ ഹീറോ അൻപിനെ തടയുവാണ്. എന്നാൽ ഇത് കാണുന്ന ശങ്കർ ആകെ ഷോക്കാകുന്നുണ്ട്. എന്താ ഇവിടെ നടക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയാൻ തുടങ്ങുന്നു. നമ്മളൊന്നും അറിയാതെ ഇവിടെ എത്തിച്ചേർന്നതല്ല, നമ്മളെ മനഃപൂർവ്വം ഇവിടെ എത്തിച്ചതാണെന്ന്. എന്താണെന്ന് വെച്ചാൽ ഹീറോ തൻ്റെ അച്ഛനെ ഫോൺ ചെയ്തുകൊണ്ടിരുന്ന നേരത്ത് അവൻ അറിയാതെ അവൻ്റെ ഫോണിലെ ക്യാമറ ഓൺ ആകുന്നുണ്ടായിരുന്നു. അതിലൂടെ അവൻ നോക്കുന്ന സമയത്ത് ചുറ്റും നടക്കുന്നത് എന്താണെന്ന് അറിയാതെ അൻപാവട്ടെ വളരെ ക്രീപ്പിയായി ചിരിച്ചുകൊണ്ട് ആ കോയിനിലോട്ട് തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നീട് അങ്ങനെ എപ്പോൾ നോക്കുമ്പോഴും കൗതുകത്തോടെ ആ കോയിൻ നോക്കിയിരിക്കുന്ന അൻപിനെയായിരുന്നു ഹീറോ കണ്ടിരുന്നത്. അപ്പോൾ തന്നെ ഹീറോ ചോദിക്കുവാണ് എന്താണ് ഗുരുവിന് ശരിക്കും പറ്റിയതെന്ന്. അന്നേരമാണ് അൻപ് പറയാൻ തുടങ്ങുന്നത്. ആ കോയിൻ വെച്ച് ആരുമില്ലാത്തൊരിക്കൽ അവൻ കളിച്ചു നോക്കി. തൻ്റെ തളർന്നു പോയ കാല് തരുമോ എന്ന് ചോദിക്കുകയും ചെയ്തു. ആ ആത്മാവ് അന്നേരവും ചോദിച്ചത് 2 കാൽപ്രാണിയെയാണ്. എന്നാൽ ആ ആത്മാവ് ചോദിച്ച 2 കാൽപ്രാണി അത് മനുഷ്യനായിരുന്നു. അന്ന് രാത്രി കുടിച്ചു വന്ന ശങ്കറും ഗുരുവും അവസാനമായി അത് കളിക്കണമെന്ന് പറഞ്ഞ് വീണ്ടും പ്ലേ ചെയ്തു. ആ രാത്രി തന്നെ ഗുരു അത് വലിച്ചെറിഞ്ഞ് കളയുകയും ചെയ്തു. എന്നാൽ ആ രാത്രി മല്ലികയോട് സംസാരിക്കണമെന്ന അടങ്ങാത്ത ആഗ്രഹം കൊണ്ട് അൻപ് ഇഴഞ്ഞിഴഞ്ഞ് പുറത്തുപോയി ആ ബോർഡും കോയിനും തിരിച്ചു കൊണ്ടുവന്നു. ആരും അറിയാതെ കളിക്കാനും തുടങ്ങി. വീണ്ടും അത് ചോദിച്ചത് മനുഷ്യജീവനായിരുന്നു. അവനെ വിശ്വസിപ്പിക്കാനായി ആ ആത്മാവ് ഒരു നിമിഷം അവൻ ആ കാലിൽ നിൽക്കാനായി അവസരം കൊടുക്കുകയും ചെയ്തു. അതുകൂടെ ആയതോടെ അൻപിന് ആ ആത്മാവിനെ പൂർണ്ണമായി വിശ്വാസമായി. എന്നാൽ അപ്പോൾ തന്നെ അവൻ്റെ കാലുകൾ പഴയ പോലെ ആകുന്നു.
എന്നേക്കുമായ കാലുകൾ വേണമെങ്കിൽ അത് പറഞ്ഞപടി ഈ കുഴിക്കരികിലേക്ക് ആ ഇരുകാൽ മനുഷ്യബലിയെ കൊണ്ടുവരാനായിട്ട് പറയുന്നു. എന്നാൽ ഇതൊക്കെ കേട്ട ശങ്കരാവട്ടെ, ബലി ഇവിടെ കൊണ്ടുവരാനാണെങ്കിൽ അപ്പോൾ ഗുരു എങ്ങനെ മരിച്ചു എന്ന് ചോദിക്കുവാണ്. അന്നേരം അൻപ് പറയുന്നു, അന്നത്തെ രാത്രി അൻപ് കളിച്ചു കഴിഞ്ഞിരിക്കുന്നത് ഗുരു കാണുന്നുണ്ടായിരുന്നു. ദേഷ്യം വന്ന അവനാവട്ടെ എന്തിനാണിത് കളിച്ചതെന്നും പറഞ്ഞ് ആ കോയിൻ ടോയ്ലറ്റിലിടാനായിട്ട് പോകുമ്പോൾ ഗുരുവിൻ്റെ കാല് പിടിച്ച് അൻപ് വലിച്ചതാണ്. എന്നാൽ ആ തള്ളലിൽ, ആ വീണ വീഴ്ചയിലാണ് ഗുരു സ്പോട്ടിൽ തന്നെ മരിച്ചു പോയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇതൊക്കെ കേട്ട ഹീറോ അൻപിനോട് ദേഷ്യപ്പെടുവാണ്. പിന്നെ ഇപ്പോൾ എന്തിനാണ് ഇവിടെ വന്നതെന്ന് ശങ്കറും ഇനി എന്നെയാണോ ബലിയാക്കുന്നതെന്ന് ചോദിക്കുവാണ്. അൻപാവട്ടെ കരഞ്ഞോണ്ട് അതേ എന്ന് പറയുന്നു. നിന്നെ അത് വേദനിപ്പിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുവാണ്. എന്നാൽ അത് കേട്ട ശങ്കറാവട്ടെ ഒരു നിമിഷം ഞെട്ടിയെങ്കിലും പൊടുന്നനെ തൻ്റെ കയ്യിലിരുന്ന മൺവെട്ടി കൊണ്ട് ഹീറോയെ അടിച്ചു വീഴ്ത്തുന്നു. ബലിയായി ഇവനായാലും മതിയല്ലോ എന്ന് പറയുവാണ്. നിനക്ക് കാലം എനിക്ക് പണവും തരട്ടെ, അതുപോലെ ഇവനെയും ആ പ്രേതം ഉപദ്രവിക്കില്ലല്ലോ എന്ന് ശങ്കർ ചോദിക്കുന്നു. ബലിയായി കിട്ടുന്ന ആളെ ഒരിക്കലും ഉപദ്രവിക്കില്ലെന്നും അയാളുടെ ശരീരം മാത്രമാണ് വേണ്ടതെന്നും ആ പ്രേതം പറഞ്ഞെന്ന് അൻപും പറയുന്നുണ്ട്. അങ്ങനെ ആ ആത്മാവ് പറഞ്ഞതനുസരിച്ച് രണ്ടാളും ചേർന്ന് ആ നങ്കൂരത്തിലുള്ള ചങ്ങല പൊട്ടിച്ചു കളയുന്നു. അന്നേരം അപ്പുറത്തെ കുഴിയിൽ നിന്നും ഒരു അഘോരിയെപ്പോലൊരു ഭീകരരൂപം ഇഴഞ്ഞിഴഞ്ഞു വന്ന് തൻ്റെ ശരീരം എവിടെയെന്ന് ചോദിക്കുവാണ്. അൻപും ശങ്കറും ഒരേപോലെ ഹീറോയ്ക്ക് നേരെ വിരൽ ചൂണ്ടുന്നു. അന്നേരം ആ ഭീകരരൂപം ഹീറോയ്ക്ക് നേരെ ചെല്ലുന്നു. ഹീറോ ആവട്ടെ ബോധം തെളിഞ്ഞ പാടെ പേടിയോടെ ആരാന്ന് ചോദിക്കുമ്പോൾ അതിഘോര ശബ്ദത്തിൽ അത് പൂച്ചാണ്ടി എന്ന് പറയുന്നു. ഒപ്പം തന്നെ ഹീറോയുടെ അടുത്ത് ചെന്ന് എന്തൊക്കെയോ മന്ത്രതന്ത്രങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അന്നേരം തന്നെ പൊടുന്നതിനത് അപ്രത്യക്ഷമാകുകയും ചെയ്യുന്നു. അവിടെയാണ് പൂച്ചാണ്ടി എന്താണെന്ന കാര്യം നമുക്ക് പറഞ്ഞു തരുന്നത്. സംഘകാലത്ത് ശിവനെ പൂജിച്ചിരുന്ന ആളുകളെ നങ്കൂരത്തിൽ കെട്ടി വെള്ളത്തിൽ താഴ്ത്തുമായിരുന്നു. ഭസ്മം പോലും നെറ്റിയിലിടാൻ പാടില്ലാത്ത ആ കാലത്ത് ദേഹം മുഴുവൻ ഭസ്മം പൂശി നടക്കും ഞങ്ങൾ എന്നും പറഞ്ഞ് നടന്നിരുന്ന ആ ശിവഭക്തരെ പറയുന്ന പേരായിരുന്നു പൂശാണ്ടി. അവിടുന്ന് സീൻ ഷിഫ്റ്റ് ചെയ്താൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ ശങ്കറും അൻപും മുഖത്തോട് മുഖം നോക്കി നിൽക്കുമ്പോൾ പെട്ടെന്ന് ഹീറോ ഞെട്ടി എഴുന്നേൽക്കുവാണ്. എന്നാൽ അത് പഴയ ഹീറോ ആയിരുന്നില്ല. വളരെ ക്രീപ്പിയായി ചിരിച്ചുകൊണ്ട് എനിക്ക് നീതി കിട്ടിയെന്ന് പറയുന്നത് ആ ആത്മാവായിരുന്നു. അത് പെട്ടെന്ന് സന്തോഷത്തോടെ ശങ്കറിൻ്റെ കയ്യിലേക്ക് കുറച്ച് ചെളി വാരിയിട്ട് കൊടുക്കുന്നു. അത് കണ്ട അവനാവട്ടെ അത് സ്വർണമാണെന്നും പറഞ്ഞ് പൊട്ടിച്ചിരിക്കാൻ തുടങ്ങുന്നു. അതിനുശേഷം ഹീറോ ചെന്ന് കുറച്ച് ചെളി വാരി അൻപിൻ്റെ കാലിൽ തേക്കുന്നു. തനിക്ക് കാല് തിരിച്ചു കിട്ടിയെന്നും പറഞ്ഞ് അവനും ചിരിക്കാൻ തുടങ്ങുന്നു. എന്നാൽ അതൊന്നും തന്നെ സത്യമായിരുന്നില്ല. എല്ലാം തന്നെ ആ ആത്മാവ് അവർക്ക് കൊടുത്ത ഇലൂഷൻ മാത്രമായിരുന്നു. അടുത്ത സീനിൽ ഹീറോയെ കാണിക്കുവാണ്. അവൻ ഫ്ലൈറ്റിൽ കയറി അവൻ്റെ നാടായ മധുരയിലേക്കാണ് പോകുന്നത്. കയ്യിലാവട്ടെ ആ കോയിനുമുണ്ട്. സോ ആ പൂച്ചാണ്ടി തൻ്റെ ലക്ഷ്യത്തിലേക്കാണ് ഹീറോയുടെ ബോഡിയിൽ കയറി ഇപ്പോൾ പോകുന്നതെന്ന് കാണിച്ച് കഥ അവിടെ അവസാനിക്കുന്നു.